പിന്നെ എല്ലാ വെജിറ്റബിളും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കൂടുതലും ക്യാരറ്റും ബീൻസും മാത്രം ഇടുന്നതാണ് നല്ലത്. പിന്നെ കിഴങ്ങിടാതിരിക്കുകയും ചെയ്യണം ഇതിന്. പിന്നെ ഞാനതൊരു ചോപ്പറിലോട്ട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ചെയ്ത് വെജിറ്റബിൾ എല്ലാം കൂടെ. പിന്നെ ഈ എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കണം. അതിന് പറഞ്ഞൊരു കളറും വരും, ഒരു ചെറിയ എരിവും കൂടെ വരും. ഒരു പച്ചമുളകല്ലേ ഇട്ടുള്ളൂ. പിന്നെ ഇത് പെരിഞ്ജീരകം ഓപ്ഷനല്ല, പക്ഷേ ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കടലമാവൊക്കെ ചേരുന്നതല്ലേ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടുള്ള വെള്ളത്തിൽ, എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചവെള്ളത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ടൈറ്റായിട്ട് ഇത് കുഴച്ചെടുക്കണേ. നമ്മൾ ഈ അടയ്ക്കൊക്കെ കുഴയ്ക്കില്ല, അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കത് പരന്ന് കിട്ടുകയും ചെയ്യുന്നു, പക്ഷേ കോരിയ സ്പൂണെ കിട്ടുകയും ചെയ്യുന്ന പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കണം ചെറിയൊരളവിൽ. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഇച്ചിരി ഉപ്പ് തെളിഞ്ഞ് നിൽക്കണം. എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും ചിലപ്പോഴേ. കണ്ടോ, ഈ പരുവം അതിന് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരി